ഇപ്പോൾ നമ്മൾ ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 ചെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ 2 ചെയിനും കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ടോട്ടലി 5 ചെയിൻ ചെയ്തു. ഇനി നമ്മൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, ഇപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1 2 നേരത്തെ ചെയ്തതുപോലെ തന്നെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. ഫോർത്ത് റൗണ്ട് മുഴുവനായിട്ടും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കണം. 1 2 ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. തൊട്ടടുത്തുള്ള ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്യുക. തേർഡ് ഡബിൾ ക്രോഷ്യ. ഈ റൗണ്ട് മുഴുവനായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടം വരെ ചെയ്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പേ 24 ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ടോ എന്ന് എണ്ണി ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിനിൻ്റെ മുകളിലേക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഫോർത്ത് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫിഫ്ത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ റൗണ്ട് കൂടി കഴിഞ്ഞാൽ ഈ വർക്ക് അവസാനിക്കുകയാണ് കേട്ടോ. ഫിഫ്ത്ത് റൗണ്ട് ചെയ്യുന്നത് നമ്മൾ 1 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ്. 1 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 ചെയിൻ ചെയ്ത അതേ സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1 സിംഗിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ നേരെ മുകളിലേക്ക്, ഈ സ്റ്റിച്ചിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് ഡബിൾ ക്രോഷ്യാണ്. യാൺ ഓവർ ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ നേരെ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ അല്ല, ആ ചെയിൻ്റെ മുകളിലേക്ക് നമ്മൾ 8 ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്തു. തേർഡ് ഡബിൾ ക്രോഷ്യ ചെയ്തു. 4 ഡബിൾ ക്രോഷ്യ. 5 ഡബിൾ ക്രോഷ്യ. 6 ഡബിൾ ക്രോഷ്യ. 7 ഡബിൾ ക്രോഷ്യ. അവസാനമായിട്ട് 8 ഡബിൾ ക്രോഷ്യ. ഈ 8 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തത് ഒരേ സ്റ്റിച്ചിലേക്കാണ് കേട്ടോ. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് തൊട്ടടുത്ത് കാണുന്ന ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിലേക്കാണ്. തൊട്ടടുത്ത് കാണുന്ന ഈ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിലേക്കാണ്. അതിൻ്റെ നേരെ മുകളിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി തൊട്ടടുത്ത് കാണുന്ന ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് 8 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 ഡബിൾ ക്രോഷ്യ. 2 ഡബിൾ ക്രോഷ്യ. 3 ഡബിൾ ക്രോഷ്യ. 4 ഡബിൾ ക്രോഷ്യ.
5 6 7 8 ഇപ്പോൾ 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി തൊട്ടടുത്ത് കാണുന്ന ഈ സ്റ്റിച്ചിൻ്റെ മേലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ഫിഫ്ത്ത് റൗണ്ട് മുഴുവനായിട്ടും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ റൗണ്ട് മുഴുവനായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം കേട്ടോ. 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. 4 ലാസ്റ്റ് സ്റ്റിച്ചിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി ആദ്യത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി നമ്മൾ ബാക്കി വന്ന യാണിനെയൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലേക്കായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഒത്തിരി വലുതൊന്നല്ല കേട്ടോ. ഒരു കുഞ്ഞു ഡിഷൊക്കെ വെക്കാൻ പറ്റുന്ന ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഒത്തിരി വലുതൊക്കെ ആദ്യം തന്നെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെറുതൊക്കെ ചെയ്ത് നോക്കുന്നതാണ്. അതുപോലെ ഒരു കുഞ്ഞു ടേബിൾ കോസ്റ്റർ തന്നെയാണ് കേട്ടോ ഇത്. ഇത് ഇങ്ങനെ ഹൈഡ് ചെയ്ത് ഉള്ളിലേക്കായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കണം. ഈ സ്റ്റിച്ചിന് ഈ റൗണ്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയാണ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ആക്കാനും സപ്പോർട്ടാക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ